സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറിന് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ആ ബാക്കിൽ പറഞ്ഞ കുറച്ച് അനുഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ ഗുരുവായൂരപ്പനായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. സാർ ഇപ്പോൾ മഞ്ചാടിക്കുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ചോദിക്കാനുള്ള ഒരു നിമിത്തം പോലെ, ഒരു നിയോഗം പോലെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വന്നത്. ഗുരുവായൂരപ്പനായിട്ട് സാറിന് എന്തൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് അനുഭവങ്ങൾ? ഓക്കെ സാർ. മഹാഗുരു ശരണം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഗുരുവായൂരപ്പനുമായിട്ടുള്ള എനിക്ക് കണക്ഷൻ പറയുമ്പോൾ ആദ്യം ഇത് ഓർമ്മ വരുന്നത് സ്വാമി ഗുരുവായൂരപ്പദാസാണ്. ഞാൻ ചെറുപ്പത്തിൽ താമസിച്ച ഒരു എത്രയാണ് 4 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയും താമസിച്ച ചേർത്തല പള്ളിപ്പുറം കടവിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ കുടുംബം ഉണ്ടായിരുന്നത്, കൂവളത്ത് കുടുംബം. അപ്പോൾ അവിടെ പുനഃപ്രതിഷ്ഠയോടൊക്കെ അനുബന്ധിച്ച് 80കൾക്ക് ശേഷം ഭാഗവത സപ്താഹം നടത്തി. അന്ന് ഭാഗവത സപ്താഹ ആചാര്യനായിരുന്നത് സ്വാമി ഗുരുവായൂരപ്പദാസാണ്. അപ്പോൾ ഇദ്ദേഹം ഗുരുവായൂരപ്പ കഥകളൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് പറയുന്നത്, അദ്ദേഹം ഈ ചെറായി എടവനക്കട ആ ഭാഗത്താണെന്ന് പിന്നെ ഞാനൊരു ലേഖനം വായിച്ചു. അദ്ദേഹം ഇപ്പോൾ സമാധിയായി. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് എന്തോ ശാരീരിക ഇതുണ്ടായിട്ട് അവിടെ ഗുരുവായൂർ ഭജന ഇരുത്തി എന്ന് പറയണം വീട്ടുകാർ. അങ്ങനെ ഒരു ലേഖനം വായിച്ചു ഞാൻ. എന്നിട്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗവതം ഗുരുവായൂരപ്പൻ്റെ സേവകനായിട്ട് അദ്ദേഹം ഗുരുവായൂരപ്പദാസ് എന്ന് പറഞ്ഞ് ഇത് സ്വീകരിക്കുകയായിരുന്നു. പേര് സ്വീകരിക്കുകയായിരുന്നു. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഇത് പറയുന്ന ഈ ആഞ്ഞം മാധവൻ നമ്പൂതിരി തിരുമേനി ഒരു ലേഖനം വായിച്ചപ്പോൾ ഏതോ കൃഷിക്കാർ തിരുമേനിനെ കാണാൻ വന്നു. തിരുമേനിനെ കാണാൻ വന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾക്കിങ്ങനെ പൂജ ചെയ്യാനോ കൃഷ്ണനെ ജപിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല, അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വിതയ്ക്കുമ്പോഴത്തേക്ക് നാരായണ നാരായണ പറഞ്ഞ് വിതയ്ക്കാൻ പറഞ്ഞു എന്ന്. അദ്ദേഹം കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞ് നിങ്ങളെ വിതയ്ക്കാൻ പറഞ്ഞു. ആ കൃഷി ചെയ്തതിൽ ഇവർക്ക് മേനി കൂടുതൽ 100 മേനി അങ്ങനെ എന്തായിരുന്നു. പിന്നെ അവർ സന്തോഷസൂചകമായിട്ട് ആ കൃഷിഫലങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു കാര്യം, ആരെന്ത് ചെയ്യുന്നോ അവർ കൃഷ്ണനെ ഓർക്കുക, നാരായണനെ ഓർക്കുക. അപ്പോൾ കൃഷ്ണൻ എന്താ പ്രാധാന്യം? കൃഷ്ണൻ ദ്വാപര ഇതിൽ ലാസ്റ്റ് ഞാൻ പരമാത്മാവാണ്, ഈശ്വരനാണെന്ന്, ഞാൻ ഈശ്വരൻ്റെ ഇതാണെന്ന് പറഞ്ഞ ഒരേ ഒരു ദശാവതാരത്തിലെ ഒരേ ഇത് കൃഷ്ണനാണ്. രാമൻ പറഞ്ഞിട്ടില്ല. നരസിംഹം ആക്ട് ചെയ്യായിരുന്നു, പറഞ്ഞിട്ടില്ല ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആക്ട് ചെയ്യായിരുന്നു ഈ ദൈവമായിട്ട്. അപ്പോൾ കൃഷ്ണൻ ആ ഒരു ഇതാണ്. പക്ഷേ ഞാൻ ഈ ഗുരുവായൂരപ്പദാസ് ഇതൊക്കെ കേട്ടാലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത്ര കൃഷ്ണഭക്തനാണെന്ന് ചോദിച്ചാൽ, കൃഷ്ണനൊക്കെ ഇതാണെങ്കിൽ തന്നെ ഞങ്ങളുടെ എല്ലാത്തിനും ശ്രീവിഷുപ്രവർത്തകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് എല്ലാം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തീർക്കണത്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് തീർക്കണതെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ കൃഷ്ണഭക്തനായിരുന്നു, ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് സത്യസന്ധമായിട്ട് ഞാൻ മറുപടി പറയാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ തിരുപ്പതി ഭഗവാനാണ്. ഓക്കെ, തിരുപ്പതി ഭഗവാന്റെ ഇതാണ് നമുക്ക് പ്രിയം ഉണ്ടായത്. പക്ഷേ അമ്മയ്ക്കെല്ലാം ഗുരുവായൂരപ്പൻ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഇൻറ്റിമസി ഉണ്ട്. അപ്പോൾ മൂത്ത മോനുണ്ടായി. അവന് 2 വയസ്സോ 3 വയസ്സോ ഉള്ളപ്പോഴത്തേക്കും ദർശനത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ദർശനത്തിൽ പോയി ദർശനം എടുത്തു. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 11:30-12 മണിക്ക് പൂജ കഴിഞ്ഞിട്ട് ഇവർ സ്ത്രീകൾക്ക് അന്ന് പ്രത്യേക ദർശനം ഉണ്ടായിരുന്നു. വടക്ക് വശത്ത് അയ്യപ്പൻ്റെ അങ്ങനെ കൂടി കയറ്റുമായിരുന്നു ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാനായിട്ട് ആലപ്പുഴയ്ക്ക് വരാനായിട്ട് ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കണം. 1 മണിക്ക് ട്രെയിനുണ്ട്. ഇത് നോക്കി 12:30 ആകുമ്പോൾ ക്യൂ വിടാൻ പോകുന്നേ ഉള്ളൂ പൂജ കഴിഞ്ഞിട്ട്. ഞാൻ ഇവരെ നിർബന്ധപൂർവ്വം ക്യൂവിൽ നിന്നിറക്കി. ഇവരെ 3 പേര് ഞാൻ ക്യൂവിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, ദർശനം വാങ്ങിച്ചില്ല, അതൊക്കെ മതി, ഇവിടെ നടയും തുറന്നിട്ടില്ല, നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞാൻ ഇവരെ ഇറക്കി. അമ്മയും ഇത് പറഞ്ഞു, ഓക്കെ 1 മണിക്ക് ട്രെയിനിന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിനെയും കൊണ്ട് വരണം എന്നുള്ളത് കൊണ്ട് മനസ്സോടെ ഇറങ്ങി. കാര്യം ചിലപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് റൂമും വെക്കേറ്റ് ചെയ്യണം. റൂം വെക്കേറ്റ് ചെയ്ത് 1 മണിക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് ട്രെയിൻ വിടും, വലിയ താമസിക്കാറില്ല എന്നുള്ളത് കൊണ്ട് വന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പല വിധത്തിൽ. അപ്പോൾ പലതും ഇത് ശരിയല്ലല്ലോ, എന്തുകൊണ്ടിങ്ങനെ വരുന്നു എന്നൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ വരുന്നതോ ഗുരുവായൂർ വെച്ച് ഇവർക്ക് ദർശനം ചെയ്തത് ന്യായമാണെങ്കിലും പക്ഷേ ധാർമ്മികമായിട്ട് തെറ്റായിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്നുള്ളത് വെച്ചിട്ട് പിന്നെ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള ഇത് ചെയ്തു. പ്രായശ്ചിത്തം ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോഴും തിരക്കുള്ളിടത്തൊന്നും പോയി തൊഴാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല.
തിരക്കില്ലാത്തടത്ത് ദൂരെ നിന്ന് തൊഴാം എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുവായൂർ പോയാലും ഇപ്പോൾ അകത്ത് കയറണേക്കാളും ആ വിളക്കിരിക്കുന്നിടത്താണോ കൃഷ്ണൻ എന്ന് കണ്ടിട്ട് തൊഴുന്നതാണ് എനിക്കിഷ്ടം. ഒരു പ്രശസ്തമായ ഇതുണ്ടല്ലോ, ആ വിളക്കിരിക്കുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണനുള്ളതെന്ന്, അവിടെ തന്നെയാണ് കൃഷ്ണൻ. അത് ഉറപ്പിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തൊഴുന്നതാണ് ശരിക്കും കംഫർട്ടബിൾ. ശരിക്കും കൃഷ്ണനെ നമുക്ക് കാണാം അവിടെ നിന്നിട്ട്. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ മുകളിൽ കയറുമ്പോഴേ ഉള്ളൂ, പക്ഷേ കൃഷ്ണനെ ഇടയ്ക്ക് കാണാം. എൻ്റെ തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട്, എപ്പോഴും നമ്മളിത് തൊഴുമ്പോൾ ദൂരെ നിന്ന് തൊഴുക. ഭഗവാന്റെ ദൃഷ്ടി എപ്പോഴും ദൂരേക്കാണ്, അടുത്തല്ല. അദ്ദേഹം എപ്പോഴും പറയും ദൂരെ, ഏറ്റവും ദൂരെ നമ്മൾ നിൽക്കുക, ഇത് ചെയ്യുക. നമുക്ക് അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം, ഏറ്റവും അടുത്തൊന്നുമല്ല ഭഗവാന്റെ ദൃഷ്ടി, ദൂരേക്കാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ എത്ര ദൂരെ നിന്ന് നമുക്ക് ആ രൂപം കാണാമോ അവിടെ നിന്ന് തൊഴാൻ തിരുമേനി പറയും. വിളക്കിൻ്റെ അവിടെ നിന്ന് അതാണ് ഭഗവാൻ, നീ ഇവിടെ നിൽക്ക്, നിന്നെ ഞാൻ കാണും എന്നുള്ളതാണ്. നിന്നെ ഞാൻ കാണും എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മളൊരു സദസ്സിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സദസ്സിൽ പ്രസംഗിക്കാൻ എന്തെങ്കിലും ഇരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി അടുത്ത് നിൽക്കുന്നവരോടായിരിക്കില്ല, ദൂരെ ആയിരിക്കും. മിക്കപ്പോഴും നമ്മുടെ ദൂരെ ആയിരിക്കും. അതൊരു തിരുമേനി പറഞ്ഞു തന്നൊരു ടെക്നിക്കാണിത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ തൊഴുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പല വിധത്തിലായപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ച്, വിഷുവിന് ഗുരുവായൂർ പോയി തൊഴണമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈഫിനോടും പറഞ്ഞ് അമ്മയോടും ഒക്കെ പറഞ്ഞ് വിഷുവിനാ. അപ്പോൾ വൈഫും ചോദിച്ചു, വിഷുവിനാ നിങ്ങളെ തിരക്കായിരിക്കും എന്നാണല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ വിഷുവിന് പോയി തൊഴുന്ന് പറഞ്ഞു. അപ്പോൾ ആലപ്പുഴയിൽ പോയി നിന്ന്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ലക്ഷദ്വീപായിരുന്നോ എന്താണെന്ന് എനിക്ക് തോന്നുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ലക്ഷദ്വീപ് ഇളയമോനോ എന്തായതിനു ശേഷമാണ്. നാട്ടിൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു, ഉദയനാപുരമായിരുന്നു തോന്നുന്നു. ഏതായാലും ട്രെയിനിൽ പോകുന്ന സൗകര്യത്തിന് ആലപ്പുഴ പോയി നിന്ന്. പള്ളിപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചേർത്തൽ പോയി ട്രെയിൻ കയറാൻ ബുദ്ധിമുട്ടാണ്. ഇത് രാവിലെ 5 മണിക്ക് 5:30 ഒരു ബൊക്കാറയുണ്ട്. ആ ട്രെയിനിൽ പോയി തൃശ്ശൂർ ഇറങ്ങി അവിടെ നിന്ന് കണക്ഷൻ ട്രെയിൻ കിട്ടും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് ട്രെയിൻ യാത്രയാണ്. ദൂരയാത്ര, ഈ നടുവിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ദൂരയാത്ര മിക്കപ്പോഴും ട്രെയിനിലായിരിക്കും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് രാത്രി കിടന്ന് രാവിലെ 3:30 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പുറത്ത് വന്നപ്പോൾ ചെരുപ്പ് കാണാനില്ല വിഷുവിൻ്റെ അന്ന്. സംഭവം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണി കാണുന്ന നേരം കമലനേത്രൻ്റെ എന്ന് പറഞ്ഞ് പിള്ളേർ വരും. അപ്പോൾ ബെല്ലടിച്ചു എന്ന് തോന്നണം, എന്താണോ കേട്ടില്ല, ഇവർ ചെരുപ്പൊക്കെ എടുത്ത് അടുത്ത തോട്ടിലിട്ട് ചെരുപ്പില്ല. അപ്പോൾ വൈഫ് അപ്പോൾ ചെരുപ്പില്ലാണ്ട് ഞാൻ പുറത്തിറങ്ങില്ല, കാലയിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് ചെരുപ്പില്ല. അപ്പോൾ വൈഫ് പറഞ്ഞ് ചെരുപ്പില്ല, അപ്പോൾ നമുക്ക് പിന്നെ പോകാം. ഞാൻ പറഞ്ഞില്ല, ഇത് കൃഷ്ണൻ്റെ പരീക്ഷണമാണ്, ഇത് ഞാൻ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അത് ചെരുപ്പില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അമ്മായിയച്ഛൻ പറഞ്ഞ് ഓട്ടോറിക്ഷയൊന്നും കിട്ടുകയില്ല. അമ്മായിയച്ഛൻ പറഞ്ഞ് ഞാൻ സ്കൂട്ടറെ കൊണ്ടുപോയി വിടാം, റെയിൽവേ സ്റ്റേഷനിൽ വിടാം. ഞാൻ പറഞ്ഞു നല്ല കാര്യം ശരിയെന്ന് പറഞ്ഞ് ചന്ദനക്കാവിലാണ് വീട്. ചന്ദനക്കാവിൽ നിന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് നേരെ കളക്ട്രേറ്റിൻ്റെ അവിടെ വന്ന വഴി പകുതി വഴി വന്നപ്പോൾ സ്കൂട്ടർ ബ്രേക്ക് ഡൗൺ ആയി അമ്മായിയച്ഛൻ്റെ. രാത്രി 5 മണിക്കാണ് ട്രെയിൻ, 4:15 ഒക്കെ ആയ സമയം. എന്നാൽ പുള്ളി പെട്രോൾ പുള്ളി KSRTC ഡ്രൈവറാണ്. പുള്ളി പെട്രോളൊക്കെ ഫുള്ളായിരിക്കും, എല്ലാം പക്കയായിട്ടിടുന്നതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ വരും. പുള്ളി നോക്കി പെട്രോൾ കൊണ്ട് ഇതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ശ്രീനിവാസ അടുത്ത ട്രെയിനിന് പോകാം. ഞാൻ പറഞ്ഞില്ല, ഇത് ഗുരുവായൂരപ്പൻ എനിക്കിട്ട് പണി തരുന്നതാണ്, ഇത് കടന്ന് ഞാൻ അവിടെ എത്തണം. അതെനിക്ക് സാധാരണ ഇതിലാണെങ്കിൽ ഞാൻ തിരിച്ചു വരും, എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിലാണെങ്കിൽ ഞാൻ പോകില്ല. പറഞ്ഞില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാൽ ഓട്ടോറിക്ഷ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോയൊന്നും നോക്കാൻ സമയമൊന്നുമില്ല, ഓട്ടോ ഒന്നും പുള്ളി അയക്കുകയില്ല, പുള്ളി ഓട്ടോ ഒന്നും അയക്കുകയില്ല, ഞാൻ പോയേ പറ്റുള്ളൂ, എനിക്ക് ആ ട്രെയിനിൽ കയറണം, അത് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നടന്ന് കുറേ പോകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓട്ടോ വന്നിട്ട് സ്ലോ ചെയ്ത്. ഞാൻ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലാക്കണമെന്ന് പറഞ്ഞു. പുള്ളി ആക്കി. ഗുരുവായൂരപ്പം വിട്ട പോലെ ഒരു ഓട്ടോ വന്നു. കാര്യം അങ്ങോട്ട് പോകുമ്പോൾ നായകളൊക്കെ ഉണ്ട്, തെരുവ് നായകളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് ട്രെയിനിൽ കയറി തൃശ്ശൂർ ഇറങ്ങി. തൃശ്ശൂർ അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ നടപ്പന്തലിൽ വന്ന് നിൽക്കുമ്പോൾ നടപ്പന്തലിൻ്റെ അവിടെ മറ്റേ പാമ്പിൻ്റെ വര പോലെ 2-3 ലൈനിൽ ക്യൂ നിൽക്കുക. അന്ന് മറ്റേ ഇരിക്കുന്ന സൗകര്യമില്ല, ഇങ്ങനെ ക്യൂ നിൽക്കുക, ആളുകൾ ഇങ്ങനെ ആയിരിക്കുക. അപ്പോൾ ഞാൻ നിന്ന് അവിടെ. അപ്പോൾ ഇടയ്ക്ക് നിൽക്കും, വാഷ്റൂമിൽ പോകണമെങ്കിൽ പറയും ഒരു ചേട്ടൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഗായത്രി ജപിച്ച് കൃഷ്ണൻ, ഞാൻ ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. മനസ്സിലായി? നമുക്കറിയാം ഇത് അറിഞ്ഞ് പണി തന്നതാണ്. എനിക്കിട്ട് അറിഞ്ഞ് പണി തന്നതാണ്, അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യം. ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണ സറണ്ടറിങ് മനോഭാവത്തോടെ നിന്ന്. കാര്യം പുള്ളിയുടെ അടുത്ത് അത് കളിക്കരുതെന്ന് എനിക്ക് മനസ്സിലായി. അത് അന്ന് ചെയ്തത് ഒരു കാര്യത്തിൽ ശരിയാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. എന്നിട്ട് നിന്ന് ലാസ്റ്റ് എത്ര മണിക്ക് 10 മണിക്ക് ചെന്ന് നിൽക്കണതാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് അന്ന് വിഷുവിൻ്റെ അന്ന് ഇതും കഴിഞ്ഞ് ഉച്ചപൂജയും കഴിഞ്ഞ് 1:45 ദർശനം കഴിഞ്ഞ്. ഇരിക്കാൻ സൗകര്യമില്ല.
നല്ല പരീക്ഷണം. എന്നാൽ നടുവിൻ്റെ അവിടെ എനിക്ക് അത്രയും നേരം ഒന്നും നിൽക്കാൻ പറ്റും. ഈ നടുവിൻ്റെ അവിടെ വേദന അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇപ്പോഴാണെങ്കിൽ അവർ ബെഞ്ചൊക്കെ ഇടുന്നുണ്ട്, അതൊന്നുമില്ല. ഇത് 97, 98 കാലഘട്ടത്തിലായിരിക്കും. അത് നിന്ന് ലാസ്റ്റ് എന്താണ് 1:30, 1:45, 2 മണിയായപ്പോഴാണ്. കാര്യം 1 മണിയുടെ ആ ട്രെയിനും പോകാനുള്ളത്. മനസ്സിലായി? ആ ദർശനം കാണുന്നത്, ദർശനം സുഖമായിട്ട് കണ്ടു, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. സാർ അന്ന് സാറിന്റെ വീട്ടിലുള്ളവരെ ഇറക്കിയപ്പോഴും ഉച്ചയ്ക്ക് 1 മണിയുടെ ട്രെയിൻ ആയിരുന്നു. ആ, ഇത് വെളുപ്പിനെയുള്ള 1 മണിയുടെ ട്രെയിൻ അല്ല, വെളുപ്പിന് 5 മണിയുടെ ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് പോകുന്നത്. 1 മണിയുടെ ട്രെയിൻ എപ്പോഴായിരുന്നു? ഗുരുവായൂരിൽ ഇപ്പോഴും ഉണ്ട് 1 മണിക്കൊരു ട്രെയിനുണ്ട്. അല്ല, ഉച്ചയ്ക്കല്ലേ? ഉച്ചയ്ക്ക്. അതാ ഞാൻ പറഞ്ഞത്. സാറിന് അന്ന് ആ ഒരു ട്രെയിനിന് വേണ്ടിട്ടാ സാർ ഓടിയത്. ഇപ്പൊ രണ്ടാമത് കറക്റ്റ് 1 മണി കഴിഞ്ഞാൽ ദർശനം തന്നത്. മിസ് ചെയ്തു. അത് ട്രെയിൻ മിസ് ചെയ്തു. അതുമ്മനും വരാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ടാവണം. അതല്ല, ആ 1 മണി കഴിഞ്ഞാൽ ദർശനം തരുന്നത്. ആ 1 മണി, അതിപ്പോൾ ഗായത്രി പറഞ്ഞപ്പോഴേ ഞാൻ ആ ലോജിക്ക്. കാര്യം പൂജയും കഴിഞ്ഞ 1:30ക്കാണ് ഞാൻ ദർശനം കാണുന്നത്. വാച്ചുണ്ട് കയ്യിൽ. ദർശനം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുറത്ത് വന്നപ്പോൾ 2 മണി. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ വൈകിട്ട് എന്തോ ട്രെയിനിൽ വന്നിട്ട് അങ്ങനെയാണ്. പിന്നെ അവിടെ കറങ്ങിയൊക്കെ നടന്ന് എനിക്ക് തോന്നി അന്ന് ഇത് സാധാരണ ഞാനൊരു അമ്പലത്തിൽ പോയാൽ 1 ദിവസം അവിടെ നിൽക്കും. ഇപ്പോൾ ശബരിമല പോയാലും 1 ദിവസം നിൽക്കും. അത് തിരുമേനിയും പറയുന്നതാണ്. ഒരു പകലും രാത്രിയും നമ്മൾ അവിടെ നിൽക്കുക, ആ ഭഗവാനുമായിട്ട് ദർശനം കാണുക എന്നുള്ളത്. ഈ പ്രാവശ്യമാണ് നിൽക്കണമെന്ന് തീരുമാനിച്ച് പോയി നിൽക്കാണ്ട് ശബരിമലയിൽ നിന്ന് ഇനി ഞാൻ വരികയില്ല അയ്യപ്പ എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അപ്പാച്ച വീട്ടിൽ വന്നപ്പോൾ ഒന്നും ഇരുട്ടിയിട്ട് രസം എന്താണെന്ന് ശബരിമലയിൽ പോയാൽ പമ്പ ഗണപതിക്ക് തേങ്ങ അടിക്കണം, തിരിച്ചു വരുമ്പോൾ ഗണപതിക്ക് തേങ്ങ അടിക്കണം. എൻ്റെ ഗുരു തിരുമേനിയും അച്ഛനും പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബരിമല ദർശനം നടന്നു, പക്ഷേ യാത്ര പൂർണ്ണമല്ല. എനിക്കിനിയും പോയി പമ്പയിൽ പോയി ഇതടിക്കണം. അത് രസമതല്ല. ഈ സമയത്ത് ശ്രീജ ടീച്ചർ സ്വപ്നം കണ്ട് ശബരിമല വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടണമെന്ന്. വിനോദ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലില്ലേ, ഈ വിനോദ് ഞാൻ ഇതിലും വിനോദ് സ്വപ്നം കാണാം. ആ സമയത്താണ് ഈ കലാപരിപാടി. ഞാൻ മറ്റേ ഡോളിയിലും വിനോദ് നടന്നു ശബരിമലയിൽ പോകുന്നു, ദർശനം കാണുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ട്. അപ്പോൾ വിനോദ് പറഞ്ഞിരിക്കുക, സാറ് അടുത്ത പ്രാവശ്യം ഡോളിയിൽ ശബരിമല വരും. ആയിരിക്കും, നമുക്കറിയില്ല. പിന്നെ പലതും ഇപ്പം ഞാൻ ഇത്രയൊക്കെ പറയുന്നുണ്ട്. ചില ഈഗോയിലാണ് ഞാൻ അയ്യപ്പൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സലാം, ഇനി നമ്മൾ തമ്മിൽ ഇനി എന്നെ നടത്തി. കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമോഷനിലാണ്. 7 വയസ്സിൽ എനിക്ക് പോളിയോ വന്ന് എനിക്ക് 57 വയസ്സായി. ഇതിനിടയ്ക്ക് 25ഓളം പ്രാവശ്യം ഞാൻ ശബരിമലയിൽ തൊഴുതു. ഇനി ഞാൻ വരുന്നില്ല അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഞാൻ യാത്ര പറഞ്ഞ് വരികയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് തീരുമാനിക്കുക, നീ ആരാണെന്ന് തീരുമാനിച്ചു. പലതിലും കാര്യം അവർ വിചാരിച്ചു അത് നീ തീരുമാനിക്കും. പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കണം? ഞാനിപ്പോൾ പലരും പല കാര്യങ്ങളും നടക്കുക ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണതാ, ഇപ്പം ദൈവത്തിൻ്റെ ജോലി നിങ്ങളെന്തിനാ എടുക്കണം? ഞാൻ മിക്കവരോട് ചോദിക്കുക, ദൈവത്തിൻ്റെ ജോലി അതേ പുള്ളി ചെയ്യട്ടെ എന്ന്. പുള്ളിനെ നമ്മൾ അവിടെ എഴുതി പൂജയൊക്കെ കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ ജോലി പല കാര്യവും ദൈവം തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം ഞാൻ അപ്പാച്ചുമേട്ടിൽ ഉരുണ്ടു വീണതിൻ്റെയും കാര്യം അതാണ്. അത് എൻ്റെ കാര്യം ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല, തുറന്ന് പറയുകയാണ്. എനിക്ക് മറച്ചു വയ്ക്കാനുള്ളതൊന്നുമില്ല, ഉള്ള കാര്യം തുറന്ന് പറയും. അത് കൃഷ്ണൻ നന്നായിട്ട് പരീക്ഷിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ലക്ഷദ്വീപിലേക്ക് ട്രാൻസ്ഫർ പോയി. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കാശി മഠാധിപതിയുണ്ട്, അന്ന് സുധീന്ദ്രസ്വാമിയാണ്. അപ്പോൾ ഗ്രാമത്തിൽ ഞങ്ങളുടെ തൈക്കാശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമസഭ, ഈ NSS കരയോഗം എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ സ്വാമിജിനെ കൊണ്ടുവരണമെന്നൊരു ഇത് വന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതാണ് നടന്ന കാര്യം. സ്വാമിജിനെ കൊണ്ടുവരണമെങ്കിൽ കുറേ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനേക്കാളും മുകളിൽ കാണുന്നത്. ഇപ്പോൾ ഗുരുവും ദൈവവും നിന്നാൽ ആദ്യം ഗുരുവിനെ തൊഴണമെന്നാണ് പറയുന്നത്. കബീർദാസ് അങ്ങനെ എന്തോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഈശ്വരനേക്കാളും ആദ്യമാണ് ഗുരുവിനെ ഞങ്ങളുടെ ഇതിൽ തൊഴുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട്, പക്ഷേ അദ്ദേഹത്തെ അത് കഴിഞ്ഞ് കൊണ്ടുവരാൻ സാധിച്ചു. അതും അദ്ദേഹത്തിൻ്റെ കാറിൽ മുമ്പിലിരിക്കുക. അതൊക്കെ ജീവിതത്തിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഇതില്ല. പ്രസിഡൻ്റായിരുന്നു അവിടെ. അദ്ദേഹത്തെ ഒരു പക്ഷേ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്നതായിരിക്കും ആ ഒരു സൗഭാഗ്യമൊക്കെ. അദ്ദേഹം സമ്മതിക്കാനും അത്രയും ദൂരെയുള്ള ഒരു അമ്പലമില്ലാത്ത സ്ഥലം, ഒരു വെറും കാവിലായിട്ട് അദ്ദേഹം വന്നു. സാധാരണ അമ്പലങ്ങളിലാണ് വരുന്നത്. ഈ അമ്പലമില്ലാത്ത സ്ഥലത്ത് ഒരു ദിവസം വന്ന് 4-5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. അതൊക്കെ ഗുരുവായൂരപ്പൻ തന്ന സൗഭാഗ്യമാണ്. പക്ഷേ ഭയങ്കരമായിട്ട് കുറേയധികം ആൾക്കാർക്ക് അദ്ദേഹം ഇത് കൊടുത്തിട്ടുണ്ട് ഗുരുവായൂരപ്പൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ അവിടെ ചതുർബാഹു വിഗ്രഹമാണ്, ശരിക്കും മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അവിടെ. പക്ഷേ അവിടുത്തെ ഇത് മനസ്സിലാക്കിയത് അത് വാസുദേവർ, ദേവകിയും വസുദേവരെയും പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. പക്ഷേ അവരുടെ മുമ്പിൽ അവരെ അപ്രാപ്യമായ ഒരു കുട്ടിയുണ്ടായിരുന്നു, കൃഷ്ണൻ. ജനിച്ച ഉടനെ തന്നെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് എൻ്റെ ഇതാണ്, നീ ഉടനെ തന്നെ ഗോകുലത്തിൽ കൊണ്ട്
ഇത് ചെയ്യണം, വിടണമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെയും കൊണ്ട് കടന്ന് അവിടെ പോകുന്ന അവിടെ നിന്ന് ജനിച്ച പെൺകുട്ടീനെയും കൊണ്ട് വരിക. അപ്പോൾ അവർക്ക് ഈ മഹാവിഷ്ണുവിനെ അവർ പൂജിച്ചിരുന്നെങ്കിൽ അവർക്കത് കുട്ടി കൃഷ്ണനായിരുന്നു. ഒരുപക്ഷേ ഈ ഗുരുവായൂരപ്പൻ്റെ അതായിരിക്കും കൃഷ്ണനായിട്ട് നമുക്ക് കൂടുതൽ. അവിടെ ചതുർബാഹു വിഗ്രഹം എന്ന് പറഞ്ഞാലും അവിടെ കളിക്കണ ഉണ്ണിക്കണ്ണനാണ്. തിരുവേലി മറ്റേ ഉണ്ണിഭാവത്തിലാണ്. വില്ലുമംഗലം സ്വാമിയാർ പോലും അവിടെ ഉണ്ണിഭാവത്തിലാണ് കുറൂരമ്മയുടെ അവിടെ അടുത്ത് വന്ന് കണ്ടിരിക്കുന്നത്. സാക്ഷാൽ അനന്തപത്മനാഭസ്വാമിശരിയെ പോലും ദർശനം കൊടുത്ത ആളാണ് വില്ലുമംഗലം സ്വാമിയാർ. മനസ്സിലായി? അത് അവിടെ ഈ ഉണ്ണിക്കണ്ണനായിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ചതുർബാഹു വിഗ്രഹമാണെങ്കിലും വാസുദേവരും ദേവകിയും അവർക്ക് കിട്ടിയ അവരുടെ ഏതോ ജന്മത്തിലെ സൗഹൃദം കൊണ്ട് അവരുടെ ഉദരത്തിൽ ജന്മം കൊണ്ട ആ കൃഷ്ണനെയാണ്, കൃഷ്ണൻ്റെ രൂപമാണ് അതിൽ ദർശിച്ചത്. അതിൽ നമ്മൾ മലയാളികൾ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാർ ഗുരുവായൂരപ്പഴ. പക്ഷേ എത്ര മനസ്സിലാക്കുന്നുണ്ട്? നിസാരം ഗുരുവായൂർ ഭരിക്കുന്ന ആൾ മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ ആൾക്കാർ ദർശനത്തിന് ക്യൂ നിൽക്കുന്നവർ മാറുന്ന പറയുന്ന സമയത്ത് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ദർശനം വാങ്ങണം, നിങ്ങളൊന്ന് നീങ്ങുമെന്ന് പറയാൻ ഒരാൾക്ക് അവിടെ നാങ്ങുമ്പോൾ പൊങ്ങുന്നുണ്ടോ? ഉണ്ടോ? എന്തോ മുജ്ജന്മ വൈരാഗ്യം പോലെ വലിച്ചു മാറ്റുക അല്ലേ? അനുഭവമില്ല. അപ്പം ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർമ്മിക അവർ വലിച്ചെടുക്കുകയാണ്. മറ്റേ ഒരു അട്ടയുണ്ട്, നമ്മുടെ ദുഷിച്ച രക്തം വലിച്ചെടുക്കണം, അവരെടുക്കുകയാണ്. അന്ന് അവർക്കപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ദർശനം കാണണം, ഒന്ന് മുന്നോട്ട്